കേരള സർവകലാശാലയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനം. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി അളക്കം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി സർവകലാശാല ഭൂമിയാണെന്ന കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. KP സുരേഷ് സൂചിപ്പിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തീരുമാനമാണ്. സർവകലാശാലയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് AKG സെൻറ്റർ ഇരിക്കുന്ന ഭാഗം സർവകലാശാലയുടെ ഭാഗമെന്ന എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിന്ന് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് AKG സെൻറ്റർ ഈ സർവകലാശാല ഭൂമി കയ്യേറി എന്നടക്കമുള്ള ഒരു വിമർശനവും അതോടെ തന്നെ എന്നീടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാവുന്നതും. എന്തായാലും ഭൂമി ഏറ്റെടുക്കലുമായി അല്ലെങ്കിൽ ഈ ഭൂമി അളക്കുന്നതിലൂടെ ഇതിൻ്റെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ AKG സെൻറ്റർ ഇരിക്കുന്നത് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമിയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ കാലം, അത് ഏകദേശം 3 വർഷം മുമ്പ് തന്നെ ഉയർന്നു വരികയും അതോടൊപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന ഈ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിലെ ഒരു തീരുമാനം എന്തായാലും നിർണായകമായിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലെ പരിഗണന ഉണ്ടെങ്കിൽ പോലും ഇത് അളക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KP സുരേഷ്. ദിലീപ് കുറ്റിച്ചലാണ് വിശദാംശങ്ങൾ നൽകിയത്.